സാർ അവരെത്തിയിട്ടുണ്ട്. ഓ മാഡം ആ വർഷ അകത്തേക്ക് വെക്കോളൂ. ഗുഡ് ഈവനിങ് ബോസ്. ഗുഡ് ഈവനിങ്. ബോസിന്റെ ഹണിമൂൺ സമയത്ത് ഡിസ്റ്റർബ് ചെയ്ത് ക്ഷമിക്കണം. എന്ത് ഹണിമൂൺ? ഇത് ഹണിമൂണൊന്നുമല്ല. കനത്ത നഷ്ടമുണ്ടാക്കി എന്നെ തളർത്തിയോളാം എന്റെ ഭാര്യയായി അകത്തു വന്നിരിക്കുന്നത്. അവളുണ്ടാക്കിയ നഷ്ടം അവൾ ഉപയോഗിച്ച് തന്നെ നികത്തിയെടുക്കണം. എനിക്ക് ഇരട്ടിക്കിരട്ടി ലാഭവും കൊയ്തെടുക്കണം. പണ്ടൊരു പാരമ്പര്യ വിഷവൈദ്യമുണ്ട്, കേട്ടിട്ടുണ്ടാവും. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമർഹിക്കുന്ന രീതി. അതാ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ കല്യാണം? ഭാര്യ, മക്കൾ, സമാധാന, സന്തുഷ്ട ജീവിതം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതൊന്നും ഈ വിക്രം കെ മേനോന്റെ ഡിക്ഷണറിയിലുള്ളതല്ല. ചതിക്ക് ചതി, അത് മാത്രമേ ഇന്ന് വിക്രമിന് കൈമുതലായുള്ളൂ. ചതിച്ച പെണ്ണിന്റെ കഴുത്തിൽ കെട്ടിയ താലി അവളെ കുരുക്കിട്ട് കൊല്ലാനുള്ള കൊലക്കയർ മാത്രമാണെന്ന് അവൾക്ക് പോലും അറിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോ വല്ലാത്തൊരു സുഖം. വന്ദനെ കുറിച്ച് തിരക്കിയോ? എന്താണ് അവളുടെ പുതിയ നീക്കങ്ങൾ? താൻ പേടിക്കണ്ടോ, ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ. പറഞ്ഞോ. പുതിയ നീക്കങ്ങളെ കുറിച്ചൊന്നും അറിയില്ല സാർ. അറിയില്ലെന്നോ? അവളുടെ പിറകെ എപ്പോഴും ഒരു കണ്ണ് വേണമെന്ന് തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ. ഒന്നും അറിയില്ല പോലും. അല്ല, ഉത്തരവാദിത്തമുള്ള സെക്രട്ടറി. ഉത്തരവാദിത്തക്കുറവ് ഇല്ല സാർ. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞതല്ലേ? ആരുടെ? തന്റെ അല്ല, വന്ദനാണ് അനിയത്തിയുടെ. ആ, അതിന്റെ ക്ഷീണത്തിലും പിന്നെ കല്യാണത്തോടനുബന്ധിച്ചുള്ള തിരക്കിലും ആയിരിക്കും വന്ദന. എന്തായാലും കല്യാണത്തിന് ശേഷം വന്ദന പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. ഏടോ, തന്നെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ലടോ. താൻ പോലീസ് സ്റ്റേഷൻ വിളിച്ച് തിരക്കി കാണും, അല്ലാതെ ഒരു പിണ്ണാക്കം ചെയ്തിട്ടുണ്ടാവില്ല. അതെ, അവളുടെ വിവരങ്ങൾ ഞാൻ എടുത്തു തരാം. താൻ കണ്ടോ? അച്ഛനാണല്ലോ. ഹലോ അച്ഛാ. ഈ നേരത്ത് വിളിച്ച ശല്യമായോ മോളെ? ഇല്ല അച്ഛാ, അച്ഛനെ ഏത് നേരത്തും എന്നെ വിളിക്കാമല്ലോ. ആ, അത് ശരിയാ. അല്ല, മോള് ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറങ്ങാനൊന്നും പറ്റിയ മൂഡിലല്ല അച്ഛാ. എന്തു പറ്റും മോളെ? മനസ്സാകെ മടുത്തിരിക്കും അച്ഛാ. മനോജിന് എന്തെങ്കിലും ഒരു ജോലി മാർഗം ശരിയാക്കിയേ പറ്റൂ. അവൻ ഒരു പണിയില്ലാതെ നടക്കുന്നതിന്റെ പേരിൽ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതെ, അവന് പണിയൊന്നും ആവാത്തതിൽ അച്ഛനും പ്രയാസമുണ്ട് മോളെ. അല്ല മോളെ, ഇപ്പൊ വീട്ടിൽ എന്താണ് പുതിയതായിട്ടൊരു പ്രശ്നം? പുതിയൊരു വീട് വെക്കേണ്ട കാര്യത്തിനായി ചന്ദ്രികമ്മ പ്രകാശേട്ടനോട് കുറച്ച് കാശ് കടം ചോദിച്ചു. പ്രകാശേട്ടനല്ലേ ആള്. വീടെടുത്ത് മറിച്ചില്ലെന്നേ ഉള്ളൂ, പൊരിഞ്ഞ വഴക്കായിരുന്നു. വഴക്കിനിടയില് അയാൾ മനോജിനെ എന്നെയും തീരെ കൊച്ചാക്കി സംസാരിച്ചു. മനോജിനത് ഹേർട്ട് ചെയ്തു. ആ അപമാനത്തില് ആകെ ഡെസ്പായിട്ട് നിൽക്കുക മനോജ്. അല്ല, അതൊക്കെ ആ വീട്ടിലെ ആഭ്യന്തര പ്രശ്നങ്ങളാ. അതിലിപ്പോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. മനോജ് നിന്നെ തട്ടിക്കൊണ്ട് പോയപ്പോ ഞാൻ അനുഭവിച്ച അപമാനത്തെക്കാൾ വലുതൊന്നുമല്ല മനോജ് അനുഭവിക്കുന്ന അപമാനം. പിന്നെ സാറേ, വന്ദനയുടെ വിശേഷം ചോദിക്ക്. വന്ദനയുടെ വിശേഷം. ഒരു മിനിറ്റ് മോളെ, അത് വിട്. എന്തൊക്കെയാണ് വന്ദനയുടെ വിശേഷം? രാജീവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ദനേച്ചി സമർത്ഥനായ ഒരു വക്കീലിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക.
എന്തൊക്കെയായാലും കേസിൽ നിന്ന് പിന്മാറില്ലെന്ന ചേച്ചിയുടെ തീരുമാനത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അല്ല, അത് പാടില്ല മോളെ, പാടില്ല. ഒരിക്കലും ആ കേസിൽ നിന്ന് പിന്മാറരുത്. മോളെ, എനിക്കൊരു കോള് വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. പണി പാടുന്ന ലക്ഷണമാണല്ലോ കുറുപ്പ് സാറേ. ഗുണ്ടകളെ വിട്ട് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയിട്ട് അവള് പുഷ്പം പോലെ രക്ഷപ്പെട്ടു. കല്യാണ സ്ഥലത്ത് ഗുണ്ടകളെ വിട്ടതും ചീറ്റിപ്പോയി. സ്വന്തം കല്യാണക്കാര്യത്തിൽ അവൾക്ക് ജാതകദോഷമാണെങ്കിലും ധൈര്യത്തിന്റെയും ചങ്കൂറ്റത്തിന്റെയും കാര്യത്തിൽ അവൾ ഝാൻസി റാണിയുടെ പുനർജന്മമാ സാറേ. സമർത്ഥനായ ഒരു വക്കീലിനെ രംഗത്തിറക്കിയ അപകട മരണം കൊലപാതകമാണെന്ന സത്യം മറനീക്കി പുറത്തു വരാൻ സാധ്യതയുണ്ട്. അകത്തായി ജയിലെഴിയേണ്ടി വരും. സാർ, എങ്ങനെയും അവളെ തടുക്കണം. വയറ് നിറച്ച് ആഹാരം കഴിക്കണം. നല്ല ആരോഗ്യം വേണം. എന്നാലേ കാലിന്റെ അസുഖമൊക്കെ ഭേദാവൂ. എന്നാലേ ഓടിച്ചാടി നടക്കാൻ കഴിയും. വന്ദനമ്മ പറയുന്നത് സത്യാണോ? ദിയമോള് വയറ് നിറച്ച് കഴിച്ചാ കാലിന്റെ അസുഖമൊക്കെ മാറി മറ്റു കുട്ടികളെ പോലെ ഓടിച്ചാടി നടക്കാൻ പറ്റോ? പിന്നെ തീർച്ചയായിട്ടും പറ്റും. മോള് കഴിക്കാം, പക്ഷേ മുഴുവൻ കഴിക്കണം. എങ്കിൽ ദിയമോൾ എത്ര വേണമെങ്കിലും കഴിക്കാം. ചിലപ്പോഴൊക്കെ കാലിന് വലിയ വേദനയാ വന്ദനമേ. അതൊക്കെ മാറൂട്ടോ. മോള് കഴിക്കാം. മോളെ, അമ്മയ്ക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ടേ. എത്ര രൂപയാ ഓട്ടോക്കാരൻ വാങ്ങിച്ചത്? മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. നീ ഇവിടെ ദിയമോളെ കൂട്ടുവാണോ? മോളെ, ഇങ്ങനെ നല്ലതുപോലെ ആഹാരം കഴിക്കണം, എന്നാലേ ബുദ്ധി വളരൂ. കുഞ്ഞിന് നല്ല ആഹാരം കഴിക്കേണ്ട പ്രായവാ. എങ്ങനെ വളരണ്ട ഒരു കുഞ്ഞാ. ഇതിനാ യോഗം എന്നൊക്കെ പറയുന്നത്. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേട്ടുന്നതും ഭവാൻ. ഈ വീട്ടിലിപ്പ രണ്ടും നടന്നു കഴിഞ്ഞു. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത വർഷേ ഇപ്പൊ കോടീശ്വരിയായി. സ്വർണ്ണക്കരണ്ടി ആയിട്ട് പറന്ന് വീണ കൊച്ച് ഇപ്പൊ പിച്ചക്കാരിയെ പോലെ രന്ന് തിന്നുന്നു. ചേച്ചി, അനാവശ്യ വർത്തമാനം പറയരുത്. മോളെ കഴിക്കാം. മതി. കണ്ടില്ലേ, ഇതാ പറയുന്നത് 10 അമ്മ ചവഞ്ഞാലും പെറ്റമ്മ ആവില്ലെന്ന്. എടി മോളെ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല, ഒരു യാഥാർത്ഥ്യം പറഞ്ഞേ ഉള്ളൂ. നിന്റെ മനസ്സെനിക്ക് മനസ്സിലാവും. ഞാനും ഈ പ്രായം കഴിഞ്ഞിട്ട് വന്നതല്ലേ. ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കൊണ്ടു നടന്നിട്ട് ഒരു സുപ്രഭാതത്തിലെല്ലാം വീണടയുമ്പോ ഏത് പെണ്ണിനെ ഇതൊക്കെ സഹിക്കാൻ കഴിയുന്നത്? സത്യം പറഞ്ഞ നിന്നെ കുറിച്ച് ആലോചിച്ച് പല രാത്രിയിലും ഈ ചേച്ചിക്ക് ഉറക്കം വരാറില്ല. നിനക്കറിയോ, ഞാനിങ്ങനെ ഉറങ്ങാതെ കിടക്കുമ്പോ ഭാവ സതീഷ് എണ്ണിച്ചു വന്ന് കാര്യം എന്താന്ന് അന്വേഷിക്കും. കാര്യം കേട്ട് കഴിയുമ്പോ എല്ലാം ശരിയാകും, സമാധാനിക്കെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും. ഞാൻ എടുത്തു വളർത്തിയ കുഞ്ഞാണല്ലോ നീ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് സഹിക്കുന്നില്ല. എനിക്ക് 2 പെൺമക്കളാ. പലരും എന്നോട് ചോദിച്ചു, മൂത്താള് നിൽക്കുമ്പോ എന്തിനാ ഓടിപ്പിടിച്ച് ഇളയതിന്റെ കല്യാണം നടത്തിയതെന്ന്. ഞാൻ അവരോട് എന്ത് മറുപടി പറയാനാ മോളെ? ഗതികേട്. മൂത്ത സഹോദരിക്ക് ജാതകദോഷവാ, അതുകൊണ്ടാ ഇളയ സഹോദരി വർഷയുടെ കല്യാണം നടത്തിയതെന്ന്
ഒരു വിധത്തിൽ സതീഷേട്ടൻ പറഞ്ഞു ഒപ്പിച്ചു. സതീഷേട്ടനല്ല, ഞാൻ തന്നെയാ പറഞ്ഞത്. എന്നാലും ഇങ്ങനൊരു ഭാഗ്യദോഷമുണ്ടോ? ഉള്ളത് ഞാൻ പറയും. ഈ നശിച്ച സാധനത്തിനെ കൊണ്ടുവന്നപ്പോ തൊട്ടാ നിന്റെ ജീവിതത്തിൽ ശനിദശ തുടങ്ങിയത്. ഇനി മോളെ, നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. ചൊവ്വാദോഷവും പാവദോഷവും കൊണ്ട് പെൺകുട്ടികൾക്ക് കല്യാണം മുടങ്ങിയെന്നൊക്കെ വരും. അതേ ദോഷമുള്ളൊരു ജാതകക്കാരനെ കിട്ടുമ്പോ കല്യാണം അങ്ങ് നടക്കും. അതാ നാട്ടു നടപ്പ്. പക്ഷെ കല്യാണം കഴിക്കാതെ ഒക്കത്തൊരു കൊച്ചിനെ എടുത്തു വെച്ചുകൊണ്ട് കിടക്കുന്നവളെ ആര് കെട്ടും? നീ പറയാതൊന്നും. ചേച്ചി, നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ചേച്ചിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് പറഞ്ഞേ പറ്റൂ. സ്വന്തം കൂടെ പിറപ്പാ വർഷ. അവക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടിയതിലേ മനസ്സ് നീറ് നടന്നിട്ടോ അസൂയപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല. കണ്ണു വെച്ച് ആ പാവം കൊച്ചിന്റെ താലു കൂടി പൊട്ടിച്ചു കളയാതെ ഈ നശിച്ച ജന്മത്തെ ഈ വീട്ടിൽ നിന്ന് അടിച്ചാക്കി വിടാവോ? ഇതിന്റെ തലയെടുത്തപ്പോഴേ തന്തയും തള്ളയും ചത്തു. നിർത്ത്. ഞാൻ ഇന്ന് വരെ നിങ്ങളോട് മാന്യതയോടെ പെരുമാറിയിട്ടുള്ളൂ. ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. എനിക്ക് എന്റെ അനിയത്തിക്ക് നല്ലൊരു ജീവിതം കിട്ടിയതിൽ അസൂയാണത്ര. പേടി, എനിക്ക് പേടി. ഒരു വല്യേച്ചി വന്നിരിക്കുന്നു. കല്യാണം കഴിഞ്ഞു പോയിട്ട് പാവ അച്ഛനും അമ്മയും പറ്റിച്ച് ഓരോന്ന് പിഴിഞ്ഞെടുക്കാനല്ലാതെ നിങ്ങൾ ഈ വീട്ടിൽ കാല് കുത്തിയിട്ടുണ്ടോ? കൂടപ്പറപ്പുകളോട് പോട്ടെ, പെറ്റ വയറിനോടെങ്കിലും നീതി പുലർത്തിയിട്ടുണ്ടോ നിങ്ങൾ ഇതുവരെ? നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റേ നാട്ടിൽ നോട്ടീസായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ശീലാവധി നടക്കുന്നു. അത് ഞാൻ അങ്ങ് സഹിച്ചു. പഠിക്കുന്ന കാലത്ത് ചേച്ചി ചെയ്തു കൂട്ടിയ വൃത്തികേടുകളെ കുറിച്ച് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. സ്വന്തം പെങ്ങള് കാരണം നാണക്കേട് കൊണ്ട് കോളേജ് പഠനം പകുതി വഴിക്ക് നിർത്തിയ ഒരു ആങ്ങള ഈ വീട്ടിലും കാണും. അതാര്? പ്രകാശേട്ടൻ. കൂടുതലൊന്നും പറയുന്നില്ല. ഒരു പക്ഷെ സതീശേട്ടൻ എങ്ങനെ ഇത് കേട്ടോണ്ട് വന്ന പാവം 2 പെൺകുഞ്ഞുങ്ങളുടെ ഭാവി പെരുവഴിയിലായി പോവും. ഇനിയെങ്കിലും സ്വയം നന്നാവാൻ നോക്ക്. അതിനുശേഷം ഉപദേശിക്കാൻ ഇറങ്ങും. ഇവൾ എന്റെ സ്വന്തം മോള. പ്രസവിച്ച മാത്രമേ സ്വന്തം മോളാവൂ എന്നൊന്നുമില്ല. മനസാക്ഷി ഉണ്ടായ മാത്രം മതി. ഇനി എന്റെ കുഞ്ഞിന് നേരെ ഒരു വാക്കുച്ചരിച്ച കൂടെ പിറപ്പും സെന്റിമെന്റ്സ് ഒക്കെ ഞാനങ്ങ് മറക്കും. മോൾക്ക് വിഷമായോ? ഇല്ല വന്ദനമേ. വന്ദനമ്മ വല്യമ്മേനെ വരക്കറിഞ്ഞപ്പോ ദീമോൾക്ക് സന്തോഷായി. നീ അത് കൊള്ളാലോ. എന്നാലേ വന്ദനം ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. മോള് നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കണം. എന്ത് പറയുന്നു? നീ എങ്ങോട്ട് പോവാ? അമ്മേ, അത് മോളെ, അമ്മ പറഞ്ഞതല്ലേ, അതെല്ലാം വിട്ടേക്ക്. ഇനിയും ആ കേസിന് പുറകെ പോയാ അമ്മയ്ക്ക് ഒരു സമാധാനവും കാണില്ല. അയ്യോ അമ്മേ, ഞാൻ കേസിന്റെ കാര്യമായിട്ട് പോവല്ല. അങ്ങനെ പോവാണെങ്കിൽ തന്നെ അതിന് പണം വേണം. അതുകൊണ്ട് ആദ്യം വേണ്ടത് ഒരു ജോലിയാണ്. ജോലിയും വരുമാനം ഉണ്ടെങ്കിലേ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവും. അതെ, 2-3 അപേക്ഷ കൊടുത്തിരുന്നു. ഒരിടത്ത് ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കാം. ഇന്റർവ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒന്ന് നേരിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയിട്ട് വരാമേ. അത് വേണ്ട മോളെ. ഞാൻ വർഷ വിളിച്ചപ്പോ വിക്രമിന്റെ കമ്പനിയിൽ ഒരു ജോലി നിനക്ക് നൽകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർഷ അത് ശരിയാക്കി തരാന്നാ പറഞ്ഞിട്ടുള്ളത്. എന്താ അമ്മ ഇത്? അമ്മ എന്തിനാ അങ്ങനെ ചോദിച്ചത്? മോളെ, അത് എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട.
അമ്മ ഇനി ഇത് ആവർത്തിക്കരുത്. പന്തന് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പൊ ഇങ്ങനെയാ. എന്റെ ജോലി ഞാൻ കണ്ടുപിടിച്ചോളാം. ഹലോ, എന്താണ് എന്റെ പ്രിയതമ പകൽക്കിനാവ് കാണുവാണോ? അല്ല, ഞാൻ ഓരോന്നിങ്ങനെ ആ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയത് ഞാൻ അറിഞ്ഞില്ല. അതാ ഒന്ന് മയങ്ങിപ്പോയി. സോറി. ഏയ്, അതിലൊന്നും കാര്യമില്ല. അല്ല, ഒന്ന് ചോദിക്കട്ടെ, വർഷയുടെ വീട്ടിൽ ഇപ്പോഴും അച്ഛൻ ജോലിക്ക് ഇറങ്ങുമ്പോ അമ്മ മുടങ്ങാത്ത ശകുനം വരാറുണ്ടല്ലേ? എനിക്ക് തോന്നുന്നത് അത് വെറും വിശ്വാസം മാത്രമല്ലെന്നാ. പിന്നെ ആ ശകുനം വരവിന്റെ പിന്നിൽ ഒരു മനോഹരമായ പ്രണയം ഒളിഞ്ഞിരിപ്പുണ്ട്. സത്യാടോ? അതെ, മാധവൻ നായർ ചന്ദ്രിക വർമ്മ പ്രണയ ജോഡികളിലെ ആരും കൊതിക്കുന്ന ഒരു മൗന പ്രണയം. അല്ല, വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒളിച്ചോട്ടായിരുന്നല്ലോ അത്. ഇതൊക്കെ വർഷ പറയാതെ ഞാനെങ്ങനെ അറിഞ്ഞു എന്നല്ലേ? അതാണ് അത്. പിന്നീട് ഒരിക്കൽ പറയാം. യോ, പങ്ക്ച്വാലിറ്റി അതാണ് പ്രധാനം. ഏതായാലും എന്റെ പ്രിയതമയുടെ മൂഡ് ഓഫ് അങ്ങ് മാറിയല്ലോ. അല്ല, എന്തായിരുന്നു മൂഡ് ഓഫിനുള്ള കാരണം? അല്ലെങ്കിൽ വേണ്ട, പിന്നെ അത് ചോദിച്ച് വീണ്ടും മൂഡ് മാറ്റുന്നില്ല. പോട്ടെ. സോറി. എന്തിന്? ഏട്ടനോട് അനുവാദം ചോദിക്കാതെ നമ്മൾ തുടങ്ങാൻ പോകുന്ന കമ്പനിയില് വന്ദനേച്ചിക്ക് ജോലി കൊടുക്കാമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. സോറി, ഞാൻ അങ്ങനെ ഒരു വാക്ക് കൊടുത്തത് തെറ്റായി പോയോ? അതെങ്ങനെയാ വർഷേ ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്തൊരു കമ്പനിയിൽ ജോലി കൊടുക്കുന്നേ? അതിപ്പോഴല്ല, കമ്പനി തുടങ്ങുമ്പോ ജോലി കൊടുക്കാമെന്നാ ഞാൻ. എന്താ വർഷത്? അങ്ങനെ തോന്നുന്നത് പോലെ ആരെങ്കിലും വിളിച്ച് ജോലി കൊടുക്കാൻ ഇത് ഹോട്ടലോ തട്ടുകടയൊന്നും അല്ല. ഇതൊരു മരുന്ന് കമ്പനിയാ. ഇവിടെ ജോലിക്ക് ചില യോഗ്യതകളും എക്സ്പീരിയൻസും ഒക്കെ അത്യാവശ്യ. അതങ്ങനെ ഒരു സുപ്രഭാതത്തിൽ വിളിച്ച് കൊടുക്കാനുള്ളതല്ല. റിക്രൂട്ട്മെന്റ് ബോർഡ് ഇന്റർവ്യൂ നടത്തി ആളെ എടുക്കും. ഇത്തരം വലിയ കാര്യങ്ങളൊന്നും ഇപ്പോൾ എടുത്ത് തലയിൽ വയ്ക്കണ്ട. ആദ്യം കമ്പനി തുടങ്ങട്ടെ. പിന്നെ ഒരു കാര്യം, ഇതുപോലെ എന്ത് ചെയ്യും മുമ്പ് എന്നോട് ചോദിക്കണം. ഓക്കെ? എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വരാന്ന്. Bye.
മേ ഐ കം ഇൻ സർ? യെസ് കം ഇൻ. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. ആരാ? ഞാൻ വന്ദന. രാജീവ് മേനോൻ സാറിന്റെ വക്കീല് SMC നായർ പറഞ്ഞിട്ട് വന്നതാ. ഓ വന്ദന, ഇരിക്കൂ. വേണ്ട സർ, ഞാൻ നിന്നോളാം. വന്ദന എങ്ങോട്ട് അയക്കുകയാണെന്ന് SMC നായർ വിളിച്ച് പറഞ്ഞിരുന്നു. SMC നായർ പറഞ്ഞുകൊണ്ട് വന്ദനയ്ക്ക് ജോലി തരാം. വിക്രമിന്റെ കമ്പനിയിലെ ബിസിനസ്സുകളെ സംബന്ധിക്കുന്ന ഫയലുകളാണ്. മരുന്ന് കമ്പനിയുടെ മറവിൽ നടക്കുന്നത് മറ്റെന്തോ മാരകമായ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളായിരിക്കും.